നല്ല മഴയാണ് കേട്ടോ പുറത്ത്. നല്ല രസമുണ്ട് ഇപ്പോൾ ടാരോ റീഡിങ്ങൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇത് May 24 പേരും പ്രതീക്ഷിക്കാതെ ദാനവും ചെയ്താൽ ആശീർവാദം ലഭിക്കും. അതെ, കൂടുതലായിട്ടും ഇങ്ങനത്തെ കോഴ്സാണ് വരുന്നത്. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനും വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ സോള് പറയുകയാണ് ഒരു കാര്യം ചെയ്യാൻ, അപ്പോൾ ചെയ്യുക കേട്ടോ. മറ്റുള്ളവരെ കാണാനോ കേൾക്കാനോ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവർ അറിയാൻ വേണ്ടി അങ്ങനെ കാട്ടിക്കൂട്ടാതിരിക്കുക. അതിൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ആരും അറിയാതെ ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, ദാനം കൊടുത്തു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്, എന്നും നമ്മൾ എനർജിയിൽ നോക്കുക. ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആണ്. നമ്മളിന്ന് കറൻറ്റ് ഫീലിങ്സിൻ്റെ കാർഡ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കാം, ഇന്നത്തെ എനർജി നോക്കാം കേട്ടോ. ആദ്യം വന്നത് ഒന്ന് എക്സ്പെക്റ്റ് മിറാക്കിൾ എന്നും മാനിഫെസ്റ്റ് ഫോർഗീവ്നെസ്. നന്നായിട്ട് ഫോർഗീവ്നെസ് ചെയ്യാൻ ഞാൻ ഇന്നലെ എൻ്റെ ഇൻസ്റ്റ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാറ്റേൺ 1996 സാറ്റേൺ ഏരീസിലേക്ക് എൻ്റർ ചെയ്തത്. പിന്നെ ഇപ്പോഴാണ് എൻ്റർ ചെയ്തത്. ഇത്രയും 27 ഇയേഴ്സിന് ശേഷം വരുന്നുണ്ടെങ്കിൽ അത്രയും ഹ്യൂജ് ആയിട്ട് കർമ്മ ക്ലിയറൻസസ് ഒക്കെയാണ്. നമ്മളോട് ആരൊക്കെ ബാഡ് കർമ്മ ചെയ്തിട്ടുണ്ടോ അവർക്ക് നല്ല രീതിയിലുള്ള കർമ്മ പോകുന്ന സമയമാണ്. തിരിച്ച് നമ്മൾക്കും കേട്ടോ, നമ്മളും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും. അപ്പോൾ നമ്മളോട് പറയുന്നത് നന്നായിട്ട് ഫോർഗീവ്നെസ് ചെയ്യുക. നമ്മുടെ ലൈഫ് സൂപ്പർബായിട്ട് മാനിഫെസ്റ്റേഷൻസ്, ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് മാനിഫെസ്റ്റേഷൻസ് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് യു ക്യാൻ എക്സ്പെക്ട് എ മിറാക്കിൾ ഫ്രം യൂണിവേഴ്സ്. നിങ്ങൾ അത്രയും പെയിനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് ഒരു മിറാക്കിൾ, ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട്, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ബ്ലെസ്സിങ്സ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, റിലീസ് യുവർ പാസ്റ്റ് എന്ന കാർഡും കൂടെ ഉണ്ട്. റിലീസ് യുവർ പാസ്റ്റ് എന്താണ്? ഒരുപാട് പേര് എപ്പോഴും പാസ്റ്റിൽ നോക്കി നിൽക്കുക. പാസ്റ്റ് പേഴ്സൺ വരുമോ ചോദിച്ചാൽ അവർ വരാൻ വേണ്ടി എന്തെങ്കിലും ഹീലിംഗ് പറഞ്ഞു തരുമോ, എന്തെങ്കിലും ടെക്നിക്ക് പറഞ്ഞു തരും. നമുക്ക് ഒരാളെ കൊണ്ടുവരാൻ സാധിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ നമ്മൾ ആഗ്രഹിച്ച പേഴ്സൺ നമ്മളിലേക്ക് വരുന്നില്ലെങ്കിൽ നമ്മുടെയാണ് അതിൻ്റെ ഇഷ്യൂ പറയുന്നത്. അപ്പോൾ നമ്മുടെ എനർജറ്റിക് ഫീൽഡിൽ എവിടെയാണ് എൻ്റെ പ്രശ്നം, എന്താണ് എൻ്റെ ലൈഫ് ഇങ്ങനെ പോകുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ മാറാത്തത്, എവിടെയാണ് ഞാൻ ഹീൽ ചെയ്ത്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സ്വയം ചോദിച്ച് ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ നമ്മളിലേക്ക് വരാനുള്ളതാണെങ്കിൽ, ഡെസ്റ്റിനി പേഴ്സൺ ആണെങ്കിൽ ദേ വിൽ കം ആണ്. യെസ്, ദിസ് കുഡ് ബി ദ വൺ. അവർ പറയുകയാണ് നിങ്ങളാണ് ആ ഒരു പേഴ്സൺ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ദിസ് കുഡ് ബി ദ വൺസ്. ആൻഡ് റീച്ചിങ് ഔട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് കിഡ്സ്, മേ ബി കിഡ്സ് ഉണ്ടായിരിക്കും, അവർ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ബേബി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കാം അവർക്ക് വരാനുള്ളൊരു ബാരിയർ ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് മനസ്സിലുണ്ടാകുന്ന ഒരുപാട് ചോദ്യങ്ങളുടെ ആൻസർ അറൈവിങ്. ഇപ്പോൾ ഒരു പേഴ്സൻ്റെ കേസാണെങ്കിലും അവർക്കും ആൻസർ വരുന്നു. ഇതിൽ മെജോറിറ്റി പേരും സെപ്പറേഷൻ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ സെപ്പറേഷനൊക്കെ എൻഡ് ചെയ്ത് നിങ്ങളുമായിട്ട് നല്ലൊരു റീജോയിൻ, കാരണം അവരിപ്പോൾ കാർമിക് പാർട്ണറുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. നിങ്ങളുമായിട്ടൊരു മാരേജ് പോസിബിലിറ്റിയാണ് അവരുടെ ലൈഫിൻ്റെ ഗോളായിട്ട് അവർ കണക്കാക്കുന്നത്.